ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രിയ റീത്ത മനോജ്. ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന്. ഞാനിപ്പം BSc നോട്ടിക്കൽ സയൻസ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്, അതായത് മർച്ചൻ്റ് നേവിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. ഞാൻ +1 +2 പഠിക്കുമ്പോഴാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പം അമ്മയാണ് എനിക്ക് രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് വേണ്ടി ചെല്ലുന്നതും ഞാനും അമ്മയുടെ കൂടെ പോയി ചെല്ലുമായിരുന്നു. അപ്പം ഞാൻ ഒബ്വിയസ്ലി അമ്മയോട് ചോദിക്കുമായിരുന്നു, ഞാൻ ഓൾറെഡി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുന്നത്, അല്ലെങ്കിൽ ഈ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് ഞാൻ അമ്മയോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, ഒന്നുമില്ല ആൻഡ്രി, നീ പ്രാർത്ഥിക്കുന്നത് എന്നോട് പറയുമായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ കൂടെ രാവിലെയും ചെല്ലും, അതേപോലെ തന്നെ വൈകുന്നേരം ഞങ്ങളുടെ കുരിശുവര കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടും ഉള്ള പ്രാർത്ഥന ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. നേവിനെ പറ്റി അറിയുന്നത്, മർച്ചൻ്റ് നേവിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എനിക്ക് ഇതെന്നെ മതി എന്നുള്ളൊരു തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണെങ്കിലും അറിയാം, മർച്ചൻ്റ് നേവി അങ്ങനെ ഗേൾസ് ആരും ഓപ്റ്റ് ചെയ്യാത്തൊരു പ്രൊഫഷനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലാണെങ്കിലും ഫാമിലി ആണെങ്കിലും ബാക്കി റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര നെഗറ്റീവ് കമൻസ് ആയിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. അപ്പം എനിക്കും ഭയങ്കര ഇതായിരുന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കിത് മതി എന്നുള്ളത്. അപ്പോഴും അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ വർഷം മെയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു. എൻ്റെ ആകെയുള്ളൊരു ഫസ്റ്റത്തെ ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ, എനിക്ക് മർച്ചൻ്റ് നേവി കയറണം, എനിക്ക് യൂണിഫോം ഇടണം. ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മർച്ചൻ്റ് നേവിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ, ഞാൻ IMUCT ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഫുൾ യൂണിഫോമിൽ ഒന്ന് സാക്ഷ്യം പറയാൻ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ എന്തായാലും വന്ന് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയും, എനിക്ക് മാതാവ് എൻ്റെ ലൈഫിൽ ഈ ഒരു എക്സ്പീരിയൻസ് തന്നു, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളത്. ഒരാളാണെന്ന് അറിയാവുന്നത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയും, ഓക്കെ എനിക്കിങ്ങനെ ഉണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ ആർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനുണ്ട്. അടുത്ത പ്രേസ് പ്രവർത്തനങ്ങൾ, ഞാൻ പത്രങ്ങൾ, എനിക്ക് ആദ്യം ഭയങ്കര മടിയായിരുന്നു പത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ എല്ലാവർക്കും. പക്ഷേ ഞാൻ സ്വയം എളിമപ്പെട്ട്, ഞാൻ ആദ്യം ഒന്നും അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ കൊടുക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷൻസിൽ, ബസ് സ്റ്റാൻഡ്സിൽ, എൻ്റെ കുട്ടികളുടെ ഇടയ്ക്കാണെങ്കിലും എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഞാൻ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കാൻ തുടങ്ങി. വിശ്വസ പ്രമാണം ചൊല്ലി കൊടുക്കും. നമുക്ക് റിജക്ഷൻസ് കിട്ടും. എല്ലാവരും പറയും എനിക്ക് വേണ്ട. ഇപ്പം ഇവരാണെങ്കിൽ ഇങ്ങനെ പുച്ഛിച്ചിങ്ങനെ നോക്കും, ഈ കൊച്ചിന് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിയില്ല അല്ലെങ്കിൽ ബോധമില്ല എന്നുള്ള ഇതിൽ എനിക്ക് പലതവണ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മാതാവിനെ പ്രതി അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യുവാണ്. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രേസ് പ്രവർത്തനം നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ സ്വയം അത്രയും താന്നിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു. അത് ചെയ്തതുകൊണ്ടാണ് മേ ബി ഇത്രയും റിസൾട്ട്സ് എനിക്ക് കിട്ടി തുടങ്ങിയത്. സ്വയം താന്ന് ഞാൻ അത്രയും ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയത്. അതേപോലെ തന്നെ ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ ഇങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോവും, രോഗികളെ കാണും, അവർക്കൊക്കെ വേണ്ടിയിട്ട് തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിക്കും, അവരോടൊക്കെ ഞാൻ കൃപാസനത്തിനെ പറ്റി പറയും. അങ്ങനെ ഞാൻ